ഈ അമേരിക്കൻ എയർലൈൻസിലെ അവരാണെങ്കിൽ ഒരു ഐഡിയ ചെയ്തു. ഈ പണക്കാരുടെ അടുത്ത് കുറേ പൈസ ഇല്ലേ, നമുക്കതൊന്ന് കുറച്ച് മുതലാക്കാൻ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഒരു അമേരിക്കനിലെ ഒരു എയർ പാസ് അനൗൺസ് ചെയ്തു. കറക്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. 1981 അമേരിക്കൻ എയർലൈൻസ് ആണെങ്കിൽ ഒരു അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു പാസ് പുറത്തു വിട്ടു. എന്തിനാ വെച്ചാൽ 2 കോടി രൂപ നിങ്ങൾ കൊടുക്കണം വാങ്ങിക്കുകയാണെങ്കിൽ. ആ 2 കോടി എടുത്ത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ്, അതായത് നിങ്ങൾ ലൈഫ് കഴിയണ വരെ അൺലിമിറ്റഡ് ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എയറോപ്ലെയിനിൽ എവിടെ വേണമെങ്കിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെ ഒന്ന് ഇട്ടു. പക്ഷേ 2 കോടി രൂപ നിങ്ങൾ കൊടുക്കണം. അങ്ങനെ പറഞ്ഞതും ഫസ്റ്റ് ആരും വാങ്ങിച്ചില്ല, എല്ലാവരും നിൽക്കുക തള്ളി വിട്ടു. ആ സമയത്ത് സ്റ്റീവ് പറഞ്ഞ ഒരാളാണെങ്കിൽ 2 കോടി എടുത്ത് വാങ്ങിച്ചു. ശരി, വാങ്ങിച്ച ആൾ കുറച്ച് വർഷമല്ലേ പോവുള്ളൂ, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും 2 കോടി എടുത്ത് വാങ്ങിച്ചാൽ അയാൾ കൂടിപ്പോയി 1 കോടിക്ക് ട്രാവൽ ചെയ്യുക അത്രേ ചെയ്യുള്ളൂ വിചാരിച്ചു. ഈ പാസ് വെച്ച് സ്റ്റീവ് എന്താ ചെയ്തെന്നറിയോ? രാവിലത്തെ ഭക്ഷണത്തിന് വേണ്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് നേരെ ഫ്രാൻസിക്ക്, പിന്നെ ഉച്ചത്തെ ഭക്ഷണത്തിന് ഫ്രാൻസിൽ നിന്ന് നേരെ ലണ്ടനിക്ക്, വൈകിട്ട് ഭക്ഷണത്തിന് ലണ്ടൻ നേരെ US അമേരിക്കന് പോയി. അതുമാത്രമല്ല സ്റ്റീവ് ഓരോ നാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ സൺസെറ്റ് നോക്കുക. അതുമാത്രമല്ല ഓരോ സ്ഥലങ്ങൾക്ക് പോയി അവിടുത്തെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്പെഷ്യലായിട്ട് കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ താജ്മഹൽ, സ്പെഷ്യൽ പ്ലേസസ്, അവിടേക്ക് പോയി വിസിറ്റ് ചെയ്യുക. എന്തെടുത്താലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആൾ ബുക്ക് ചെയ്യും. എന്തെടുത്താലും അയാളാണെങ്കിൽ ഫുൾ ബിസിനസ് ക്ലാസ്സിൽ മൊത്തം ട്രാവൽ ഫസ്റ്റ് ക്ലാസ്സിൽ. അയാൾക്ക് അതിലൊരു മടിയും ഇല്ല, അയാൾക്ക് മടിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഇത് പാസ് വാങ്ങിക്കുമ്പോൾ അവരാണെങ്കിൽ കമ്പൈൻഡ് പാസും കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക്. എന്താ വെച്ചാൽ കൂടെ ഒരാൾ കൊണ്ടുപോയില്ലേ. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇയാളെങ്കിൽ ഫാമിലി വിളിച്ചിട്ട് പോകും, പിന്നെ എയർപോർട്ടിൽ കാണുന്ന ആൾക്കാരും വിളിച്ചിട്ട് പോകും. പിന്നെ പിച്ചക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ ബിസിനസ് ക്ലാസ്. പിച്ചക്കാർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവരിനെ വിളിച്ചിട്ട് നേരെ ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോകുക. അങ്ങനെ നോക്കി ആൾ മൊത്തം ട്രാവലാണ്. അങ്ങനെ 20 വർഷം ഫസ്റ്റ് ക്ലാസ് തന്നെ ട്രാവൽ ചെയ്ത് ഏകദേശം 10,000 പ്രാവശ്യം അയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കി 10 പ്രാവശ്യം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇങ്ങനെ വെച്ചാൽ മുതലാവില്ല. നമുക്ക് നോക്കി ഇയാളുടെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ 2005 ഇദ്ദേഹത്തിന്റെ പാസിനാണെങ്കിൽ എയർലൈൻസ് ക്യാൻസൽ ചെയ്യാൻ. കാരണം എന്താ വെച്ചാൽ ഈ പാസ് ഇറക്കുന്ന ടൈമിൽ ആരെങ്കിലും 2 കോടിനൊക്കെ ട്രാവൽ ചെയ്യുക, അതൊന്നും ആരും നടക്കില്ല. നമുക്ക് ലാഭം പറഞ്ഞിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാസ് ഇറക്കിയത്. പക്ഷെ നമ്മുടെ സ്റ്റീവ് ആണെങ്കിലോ ഏകദേശം 20 കൊല്ലം 10,000 പ്രാവശ്യം ട്രാവൽ ചെയ്ത് 181 കോടി രൂപയ്ക്ക് ട്രാവൽ ചെയ്ത് മുതലാക്കിയിട്ടുണ്ട് ഇവരിനെ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹമൊക്കെ നമ്മുടെ ഇന്ത്യയിലൊന്നും ജനിക്കേണ്ട ആളായി പോയി. മേ ബി പാരൻസ് ആണെങ്കിൽ ഇന്ത്യൻസ് ആയിരിക്കും. ഇങ്ങനത്തെ ഐഡിയ ഇന്ത്യൻസിനെ വരുള്ളൂ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് അയക്കും. ഇപ്പുറത്താണോ ഒന്ന് കമന്റ് അയച്ചിട്ട് പോകും. ബൈ.